ഇതാദ്യമായിട്ടൊന്നല്ല മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് പോകുന്നത്. പലപ്പോഴും അവിടെ പോയിട്ട് വലിയ ദുരന്തം സംഭവിച്ച കഥകളും അതുപോലെ തന്നെ ട്രോളുകളും പലതും നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പോഴിതാ മുഖ്യമന്ത്രി കുറച്ച് ദിവസത്തെ വിദേശയാത്രയ്ക്കായി കുടുംബസമേതം പോയിരിക്കുകയാണ്. ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE, ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലൂടെയൊക്കെയാണ് അദ്ദേഹം പോകുന്നത്. ആദ്യത്തെ അദ്ദേഹത്തിന്റെ യാത്ര ഇന്തോനേഷ്യയിലാണ്. ആദ്യമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം പുറപ്പെട്ടത്. അദ്ദേഹം ഇന്തോനേഷ്യയിൽ എത്തിയതായിട്ടും വിവരങ്ങളുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഇന്തോനേഷ്യയിൽ നിന്ന് കേൾക്കുന്നത് അവിടുത്തെ ഇന്തോനേഷ്യൻ ദ്വീപായ സുമാത്രയിൽ മിന്നൽ പ്രളയത്തെ തുടർന്ന് 37 മരണമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വലിയൊരു ദുരന്തമാണ്, പ്രകൃതി ദുരന്തമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഒരു ഡസനിലധികം പേരെ കാണാതായിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത്. നദികളിൽ വെള്ളപ്പൊക്കവും പലയിടത്തും ഉരുൾപൊട്ടലും ഉണ്ടായി. വെള്ളപ്പൊക്കത്തിനൊപ്പം അഗ്നിപർവ്വതത്തിന്റെ തണുത്ത ലാവയും പടർന്ന് പ്രവഹിക്കുകയായിരുന്നു. ജനങ്ങളോട് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ അധികൃതർ നിർദ്ദേശിച്ചു. ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. മഴയത്ത് അഗ്നിപർവ്വതത്തിന്റെ ചെരിവുകളിൽ ഒഴുകുന്ന അഗ്നിപർവ്വത പദാർത്ഥങ്ങളുടെയും ഉരുളൻ കല്ലുകളുടെയും മിശ്രിതമായ ലാഹാർ എന്നറിയപ്പെടുന്ന തണുത്ത ലാവാ പ്രവാഹമാണ് ദുരന്ത കാരണം. ശനിയാഴ്ച രാത്രി പ്രാദേശിക സമയം 10:30 പടിഞ്ഞാറൻ സുമാത്ര പ്രവിശ്യയിലെ അഖം, തനഹ്, ദാത്താർ ജില്ലകളിലാണ് പ്രകൃതി ദുരന്തമുണ്ടായതായി സർക്കാർ ഏജൻസി പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 37 പേർ കൊല്ലപ്പെടുകയും 1 ഡസനിലധികം പേരെ കാണാതാവുകയും ചെയ്തതായി അധികൃതർ ഞായറാഴ്ച അറിയിച്ചു. 100-ലധികം വീടുകളും കെട്ടിടങ്ങളും വെള്ളത്തിനടിയിലായി ദേശീയ ദുരന്ത നിവാരണ ഏജൻസി വെളിപ്പെടുത്തി. കഴിഞ്ഞ ആഴ്ച സൗത്ത് സുലാവേസിയിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും വീടുകളും റോഡുകളും തകർന്ന് 15 പേർ മരിച്ചിരുന്നു. സുമാത്രയിലെ ഏറ്റവും സജീവമായ അഗ്നിപർവ്വതവും ഇന്തോനേഷ്യൻ ദ്വീപ സമൂഹത്തിലെ സജീവമായ 130 അഗ്നിപർവ്വതങ്ങളിൽ ഒന്നുമായ മറാപ്പി പർവ്വതത്തിൽ നിന്നുള്ള തണുത്ത ലാവയാണ് ശനിയാഴ്ചത്തെ വെള്ളപ്പൊക്കത്തിൽ താഴേക്കൊഴുകിയത്. 2885 മീറ്റർ ഉയരമുള്ള മറാപ്പി അഗ്നിപർവ്വതം ഡിസംബറിൽ പൊട്ടിത്തെറിക്കുകയും 3000 മീറ്റർ ആകാശത്തേക്ക് ചാരപ്പുക തുപ്പുകയും ചെയ്തിരുന്നു. വാരാന്ത്യത്തിൽ ഉണ്ടായ അപ്രതീക്ഷിത സ്ഫോടനത്തിൽ പർവ്വതത്തിൽ കുടുങ്ങിയ 23 പർവ്വതാരോഹകർ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. രക്ഷാപ്രവർത്തനം ഇപ്പോഴും അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ യാത്ര ഇന്തോനേഷ്യയിലേക്കായിരുന്നു. അദ്ദേഹം ഇപ്പോഴും അവിടെയാണോ അതോ അവിടെ നിന്ന് വേറെ മറ്റു രാജ്യത്തിലേക്ക് പോയോ തുടങ്ങിയിട്ടുള്ള വിവരങ്ങളൊന്നും വ്യക്തമല്ല. കാരണം ഔദ്യോഗിക യാത്രയായതിനാലാണ് എവിടെയാണ് എന്താണ് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു വിവരം ഇല്ലാത്തത്. ഏതായാലും 3 വിദേശ രാജ്യങ്ങളോടെ 19 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയെക്കുറിച്ച് ഔദ്യോഗികമായി ഒരു വിവരവും അറിയിക്കാതെയാണ് മുഖ്യമന്ത്രി രാജ്യം വിട്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി കുറച്ചു ദിവസത്തേക്ക് ഓഫീസിൽ ഉണ്ടായിരിക്കില്ലെന്ന് മാത്രമാണ് സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കുകയോ ഗവർണറെ പോലും അറിയിക്കുകയോ ചെയ്തിട്ടില്ല. യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് വ്യക്തമാക്കാതെയാണ് ഇന്തോനേഷ്യ, സിംഗപ്പൂർ, UAE എന്നീ രാജ്യങ്ങളിലൂടെയുള്ള മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെയും സഞ്ചാരം. മുഖ്യമന്ത്രിയും ഭാര്യയും കൊച്ചുമകനും യാത്ര തിരിക്കുന്നതിന് മുൻപ് തന്നെ മകളും മരുമകൻ മന്ത്രി മുഹമ്മദ് റിയാസും രാജ്യം വിട്ടിരുന്നു. വിനോദസഞ്ചാരത്തിനത്രേ മുഖ്യമന്ത്രിയുടെ സകുടുംബ യാത്ര. കേരളം കൊടും ചൂടിൽ വെന്തുരുകയും അത് സഹിക്കാനാവാതെ മനുഷ്യർ പിടഞ്ഞു വീണു മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വിനോദം തേടി മുഖ്യമന്ത്രി വിദേശ രാജ്യങ്ങളിലേക്ക് പറന്നിരിക്കുന്നത്.